ഓണക്കുലകളിൽ കേമനാണ് ചെങ്ങഴിനാടിന്റെ ചെങ്ങാലിക്കോടൻ. തേനൂർന്ന രുചിയും രൂപഭംഗിയുമാണ് ചെങ്ങാലിക്കോടനെ മറ്റ് നേന്ത്രവാഴക്കുലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓണവിപണിയിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. റഷീദിന് ഉൾപ്പെടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തേനൂർന്ന സ്വാദും സ്വർണവർണ്ണവും രൂപഭംഗിയും കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന ചെങ്ങാലിക്കോടന് ഓണവിപണിയിൽ വൻ ഡിമാൻഡാണ്. കുലകളിൽ ഉരുണ്ടതും ഏണുകളില്ലാത്തതുമായ കായകളാണുള്ളത്. മൂപ്പെത്തുമ്പോൾ കായകളിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഈ പ്രത്യേകതകളാണ് ചെങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ചെങ്ങാലിക്കോടൻ കായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മധുരം കൂടിയതും അത് നമ്മൾ പൊതിഞ്ഞ് അത് വരുമ്പോൾ ചപ്പൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ സ്വർണ്ണ കളർ പഴുത്ത് കഴിഞ്ഞ സ്വർണത്തിൻ്റെ കളറും പിന്നെ അതിൻ്റെ ഡിസൈനും കൂടി ആകുമ്പോൾ നല്ലൊരു ആനച്ചന്തമുള്ള കായയാണ്. ഇതിന് ഉറപ്പും കൂടും. സാധാരണ മറ്റുള്ള നേന്ത്രയേക്കാളും നല്ല നേന്ത്രയാണ്. അത് രുചിക്കും നമ്മളിപ്പോൾ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ സാധാരണ ഇത് വ്യത്യാസം അറിയാന്നുണ്ടെങ്കിൽ ഈ കായ പഴുത്ത് പുഴുങ്ങി കഴിഞ്ഞാൽ കായ പുറത്തേക്ക് തുറക്കുകയും ചെയ്യും. മറ്റുള്ള പഴങ്ങൾ നിങ്ങൾ നേന്ത്രക്കായകൾ നോക്കിക്കോളൂ, അത് ഉള്ളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. അതിനുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടന്റെ ജന്മദേശം എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശമാണ്. എന്നിരുന്നാലും തൃശൂർ ജില്ലയ്ക്കകത്തും പുറത്തും ചെങ്ങാലിക്കോടൻ വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. 18 ദേശങ്ങൾ ഉൾപ്പെടുന്ന ചെങ്ങഴിനാട്ടിലെ കുലകൾക്ക് രുചിയും ഭംഗിയും കൂടുതലാണ്. മച്ചാട് മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാഴാനി വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ചെങ്ങഴി പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു. ജില്ലയ്ക്കകത്ത് എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി, ചേലക്കര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ചെങ്ങാലിക്കോടൻ കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്രാടം നാളിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. 1000-1500 രൂപ വരെയാണ് നല്ല കുലകൾക്ക് സാധാരണ ലഭിക്കുന്നതെങ്കിൽ കാഴ്ചക്കുലകൾക്ക് മോഹവിലയാണ് ലഭിക്കാറുള്ളത്. ലക്ഷണമൊത്ത ഒരു കാഴ്ചക്കുലയ്ക്ക് 5000 രൂപയിലധികം വില ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ചെങ്ങാലിക്കോടനാണ്. ഇത് ഒറിജിനൽ ചെങ്ങാലിക്കോടൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1000 വാഴയാണ് വെച്ചത്. അപ്പം അത് നമ്മൾ ഗുരുവായൂർക്കാണ് കൊടുക്കുന്നത് ഈ കായ ഫുള്ളായിട്ട്. പിന്നെ ഒരു 10 മാസത്തെ ഒരു അധ്വാനമാണ്. കായ നന്നായി കിട്ടി, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല കൊലകൾ കിട്ടി, എല്ലാം കൊണ്ടും നന്നായി. നാട്ടുരാജ്യമായിരുന്ന ചെങ്ങഴിനാടിന്റെ പെരുമ വിളിച്ചോതി കാലത്തെ അതിജീവിച്ച നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴക്കുലകൾ കേരളത്തിൽ മാത്രമല്ല കടൽ കടന്നും വിപണി കൈയടക്കി കഴിഞ്ഞു.